ഹായ്, ജംബുവോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞൊരു 3 ക്ലാസ്സുകളായിട്ട് നമ്മൾ സ്വിച്ചിൻ്റെ വീലാനിനെ കുറിച്ചും അതുപോലെ തന്നെ ട്രങ്ക് പോർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻ്റർ വീലാനിനെ കുറിച്ചുമായിരുന്നു കവർ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഈ ഒരു ഇൻ്റർ വീലാൻ ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സാണത്. ഇൻ്റർ വീലാൻ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റർ വീലാൻ്റെ കാര്യം കുറച്ച് ചെയ്തിരുന്നു. അതിൽ നമ്മൾ റൗട്ടർ ഓൺ എ സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ആ ക്ലാസ്സാണിത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും CCNA കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ അവർക്കൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങളിടുന്ന എല്ലാ കമൻറ്റുകളും നോക്കുന്നുണ്ട്. അതിനെല്ലാം ഞാൻ റീപ്ലൈയും തരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ ഈ ചാനലിലൂടെ നെറ്റ്വർക്കിങ്ങിൻ്റെ മറ്റു കോഴ്സുകൾ കൂടി ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് കോഴ്സാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് എന്ന് നോക്കിയിട്ട് നമുക്ക് ആ ഒരു കോഴ്സ് കൂടി നമുക്ക് ഓൺലൈനായിട്ട് യൂട്യൂബിലൂടെ തുടങ്ങാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഓരോ ദിവസങ്ങളിൽ ഓരോരോ ക്ലാസ്സുകൾ, ഇപ്പോൾ CCNAയുടെ ക്ലാസ് തുടർന്ന് പോകുന്നുണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ മറ്റു കോഴ്സുകൾ കൂടി നമുക്ക് നെറ്റ്വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കോഴ്സുകൾ നമുക്ക് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങളിടുന്ന കമൻറ്റുകളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കുക. ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച ക്ലാസ്സുകൾ ഓരോ ദിവസം എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതല്ല. ഞാൻ ഓരോ ദിവസവും നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൽ വരുന്ന കമൻറ്റോ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് അടുത്ത വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ലൈവായിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇൻ്റർവ്യൂലാണ് ക്ലാസ്സിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടുക, എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റർവ്യൂലാൻ ചെയ്യുമ്പോൾ അതിൽ ഇൻ്റർവ്യൂലാനിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഇൻ്റർവ്യൂലാനിൽ നമ്മൾ കവർ ചെയ്തിരുന്നത് വ്യത്യസ്ത വീലാനുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാനാണ് നമ്മൾ ഇൻ്റർവ്യൂലാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വീലാൻ 10ഉം 20ഉം ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂലാൻ. അപ്പോൾ അതിൻ്റെ ഒരു PPT ആണത്. ഈ PPT നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ ഒപ്പെത്തുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്ന രീതിയിൽ തന്നെയാണ്, നിങ്ങൾക്ക് ഏതൊരാൾക്കും വായിച്ചാൽ മനസ്സിലാവാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു PPT തയ്യാറാക്കിയത്. അപ്പോൾ ഇൻ്റർവ്യൂലാൻ റൂട്ടിംഗ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ റൗട്ടർ ഓൺ എ സ്റ്റിക്കിനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. ROS കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. റൗട്ടർ ഓൺ എ സ്റ്റിക്ക് എന്നത് ഒരു സിംഗിൾ ഫിസിക്കൽ റൂട്ടറിൻ്റെ ഇൻ്റർഫേസ് ഉപയോഗിച്ചിട്ട് ഒന്നിലധികം വീലാനുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് നടത്തുന്നതിനുള്ള രീതിയാണ് നമ്മൾ ശരിക്കും ഇൻ്റർവീലാൻ റൂട്ടിംഗ് എന്ന് പറയുന്നത്, ആ ഒരു റൗട്ടർ ഓൺ എ സ്റ്റിക്ക്. അപ്പോൾ ഈ റൗട്ടർ ഓൺ എ സ്റ്റിക്കിൽ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമുക്കൊരു 3 വീലാൻ ഉണ്ടെങ്കിൽ ഈ 3 വീലാനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ടറിൻ്റെ 3 ലാൻ ഇൻ്റർഫേസ് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ റൗട്ടർ ഓൺ എ സ്റ്റിക്കിൽ അതിൻ്റെ ആവശ്യമില്ല. റൂട്ടറിൻ്റെ ഒരു ലാൻ ഇൻ്റർഫേസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് 3 വീലാനുകളെയും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സാധാരണ ഓരോ വീലാനിനും പ്രത്യേക റൂട്ടർ ഇൻ്റർഫേസ് വേണം. എന്നാൽ റൗട്ടർ ഓൺ എ സ്റ്റിക്കിൽ ഒരു ഫിസിക്കൽ ഇൻ്റർഫേസിനെ പല സബ് ഇൻ്റർഫേസുകളാക്കി വിഭജിച്ച് വീലാനുകളുടെ ട്രാഫിക് കൈകാര്യം ചെയ്യാം. ഇപ്പോൾ വീലാൻ 10നും 20ക്കും നിങ്ങൾ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യണം. 10നെ 20നെ പരസ്പരം ബന്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ 10നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു കേബിൾ റൂട്ടറിലോട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 20നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് റൂട്ടറിലോട്ട് വേറൊരു കേബിൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് റൗട്ടർ ഓൺ എ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഒറ്റ കേബിളോട് തന്നെ 10നെയും 20നെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ തൊട്ട് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് ട്രങ്ക് പോർട്ടിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ? ട്രങ്ക് പോർട്ടിൻ്റെ ഉപയോഗം എന്താ? ഇപ്പം 2 സ്വിച്ചുകളെ തമ്മിൽ നിങ്ങൾ പരസ്പരം കണക്ട് ചെയ്തിട്ട് അവിടെ എന്തിനാണ് നമ്മൾ ട്രങ്ക് പോർട്ട് ഉപയോഗിക്കുന്നത്? ട്രങ്ക് പോർട്ടിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. ട്രങ്ക് പോർട്ടിൻ്റെ കാര്യം ഇപ്പോൾ ട്രങ്ക് പോർട്ടിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്.
ഈ സ്വിച്ചും ഇവിടെ വേറൊരു സ്വിച്ച് ഉണ്ട്, 2 സ്വിച്ച് ഉണ്ട്. ഞാൻ ഈ ഒരു സ്വിച്ചിൽ VLAN 10 ക്രിയേറ്റ് ചെയ്തിട്ട് 2 PC-കളെ VLAN 10-ലോട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതും VLAN 10-ലാണ് ഇരിക്കുന്നത്. ആ സ്വിച്ചിൽ ഞാൻ VLAN 20-യും ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് VLAN 20 ആണ്. 10-ന് ഞാൻ IP കൊടുക്കുന്നത് 10.0.0.1, ഇതിന് 10.0.0.2. തൊട്ടടുത്തുള്ള സ്വിച്ചിൽ ഞാൻ VLAN 10-ഉം ക്രിയേറ്റ് ചെയ്തു, 20-യും ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ആവശ്യം ട്രങ്ക് പോർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ട്രങ്ക് പോർട്ട് ആവുമ്പോൾ നമുക്കിവിടെ 10-നെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, 20-നെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് VLAN 10-ലും 20-ലും വരാത്തൊരു പോർട്ട് എടുത്തിട്ട് ആ പോർട്ടിൽ നിന്ന് തൊട്ടടുത്ത സ്വിച്ചിൽ തന്നെ VLAN 10-ലും 20-ലും ആഡ് ചെയ്യാത്തൊരു പോർട്ടുമായിട്ട് കണക്ട് ചെയ്യാം. ഉദാഹരണമായിട്ട് 0/24. ഇത് ഡിഫാൾട്ടായിട്ട് ഏതിലായിരിക്കും? VLAN 1-ലായിരിക്കും ഉണ്ടാവുക. ഇവിടെയും 0/24 എടുത്തു, ഇതും ഡിഫാൾട്ടായിട്ട് VLAN 1-ലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ഈ പോർട്ടിനെ നമ്മൾ എന്താക്കി? ട്രങ്ക് പോർട്ടാക്കി കൺവേർട്ട് ചെയ്തു. ട്രങ്ക് പോർട്ട് ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ ട്രങ്ക് പോർട്ടിലൂടെ VLAN 10-ന്റെ ട്രാഫിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഈ ട്രങ്ക് പോർട്ടിലൂടെ VLAN 20-യുടെ ട്രാഫിക്കും എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിംഗിൾ പോർട്ടിലൂടെ 10-ഉം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, 20-യും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ ഇപ്പോഴും 10-ലിരിക്കുന്ന PC 20 ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ 10.0.0.3, ഇതിന് 10.0.0.4, ഇവിടെ ഞാൻ 20.0.0.1, 20.0.0.2, 20.0.0.3, 20.0.0.4 ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ട്രങ്ക് പോർട്ടാക്കിയ ഈ 20-യും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഈ 10-ഉം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഏതിലൂടെ? ഈ ഒരു ഒറ്റ ട്രങ്ക് പോർട്ടിലൂടെ. അതിനാണ് ട്രങ്ക് പോർട്ട്. ഈ ട്രങ്ക് പോർട്ടിനെ വിളിക്കുന്ന വേറൊരു പേര് കൂടിയുണ്ട്. ട്രങ്ക് പോർട്ട് എന്ന് മാത്രമല്ല ട്രങ്ക് പോർട്ടിനെ വിളിക്കുക. ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ടാഗ്ഡ് പോർട്ട് എന്ന് വിളിക്കും. ടാഗ്ഡ് പോർട്ട് എന്ന് പറഞ്ഞാലും ട്രങ്ക് പോർട്ട് എന്ന് പറഞ്ഞാലും ഒന്നാണ്. ഒരു പോർട്ടിൽ ഒന്നിലധികം VLANകളുടെ ട്രാഫിക് പോകുമ്പോൾ ആ പോകുന്ന ഫ്രെയിം ഉണ്ടല്ലോ, ആ പോകുന്ന ഡാറ്റ ഫ്രെയിമും ഡാറ്റയൊക്കെ ഫ്രെയിം എന്താണെന്നൊക്കെ നമ്മൾക്ക് OSI ലെയറിൽ കവർ ചെയ്യാം. ഈ ഫ്രെയിമിൽ VLAN ID ഉണ്ടാവും. കാരണം 10-ന്റെ ട്രാഫിക് ആണോ 20-യുടെ ട്രാഫിക് ആണോ എന്ന് അറിയണ്ടേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ട്രങ്ക് പോർട്ടിലൂടെ കവർ പോകുന്ന ഈ ഒരു ട്രാഫിക്കിൽ 10-ന്റെ ആണോ 20-യുടെ ആണോ എന്നുള്ള ID കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ടാഗ്ഡ് പോർട്ട് എന്ന് കൂടി വിളിക്കുന്നത്. ട്രങ്ക് പോർട്ടിന് വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത്? ടാഗ്ഡ് പോർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടാഗ്ഡ് പോർട്ട് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ VLANന്റെ ട്രാഫിക്കുകളെ കൈകാര്യം ചെയ്യുന്ന, ട്രാഫിക്കുകളെ കൺട്രോൾ ചെയ്യുന്ന, ട്രാഫിക്കുകൾ കടന്നു പോകുന്ന പോർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടാഗ്ഡ് പോർട്ട് അല്ലെങ്കിൽ ട്രങ്ക് പോർട്ട്. ടാഗ്ഡ് പോർട്ട് അല്ലെങ്കിൽ ട്രങ്ക് പോർട്ട് എന്ന് പറയാനുള്ള കാരണം ഈ പോകുന്ന ഫ്രെയിമിന്റെ കൂടെ അത് ഏത് VLANൽ നിന്നാണ്, VLAN 10-ൽ നിന്നാണെങ്കിൽ 10-ന്റെ ID, 20 ആണെങ്കിൽ 20 എന്ന ID കൂടി ആ ഫ്രെയിമുകളുടെ ഒപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം അത് മൾട്ടിപ്പിൾ VLAN കൈകാര്യം ചെയ്യുന്ന പോർട്ടാണല്ലോ, അപ്പോൾ അതുകൂടി ഉണ്ടാകും എന്നുള്ളതാണ്. അതാണ് ട്രങ്ക് പോർട്ടിന്റെ പ്രത്യേകത. ട്രങ്ക് പോർട്ടിനെ വിളിക്കുന്ന വേറൊരു പേര് ടാഗ്ഡ് പോർട്ടാണ്. അൺടാഗ്ഡ് പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഈ ഒരു സ്വിച്ചിലിരിക്കുന്ന അല്ലെങ്കിൽ ഈ VLAN 10-ലിരിക്കുന്ന ഈ പോർട്ടുകൾ ഉണ്ടല്ലോ, ഈ സ്വിച്ചിന്റെ, ഇതൊക്കെ അൺടാഗ്ഡ് പോർട്ടാ. ഇതിന്റെ ഒപ്പം പോകുന്ന ഫ്രെയിമിൽ ഇത് ഏത് VLANലാന്ന് ഉണ്ടാവില്ല. കാരണം അത് ഓൾറെഡി ഒരു VLANൽ ഇരിക്കുന്നതാണല്ലോ. ഇപ്പോൾ ഈ ഒരു സ്വിച്ചിന്റെ ഈ 2 പോർട്ടുകൾ VLAN 10-ലിരിക്കുന്നതാണല്ലോ. അപ്പോൾ അത് 10-ന്റെ ട്രാഫിക്കിനെ മാത്രമേ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് അൺടാഗ്ഡ് പോർട്ടും. ടാഗ്ഡ് പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്പിൾ VLANകളുടെ ട്രാഫിക്കിനെ കൈകാര്യം ചെയ്യുന്ന പോർട്ടുകൾ എന്ത് വിളിക്കാം? ടാഗ്ഡ് പോർട്ട് അല്ലെങ്കിൽ ട്രങ്ക് പോർട്ട് എന്ന് വിളിക്കാം. അപ്പോൾ ട്രങ്ക് പോർട്ട് ഉപയോഗിച്ച് 10-ഉം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, 20-യും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് അതല്ല ആവശ്യം. ഇപ്പൊ നമുക്ക് 10-ഉം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അത് കൂടാതെ 10-ഉം 20-യും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ ഇന്റർവ്യൂലാൻ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്റർവ്യൂലാനിലെ നോർമൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂലാൻ പറഞ്ഞിരുന്നു, റൂട്ടറിന്റെ 3 LAN ഇന്റർഫേസ് എടുത്തിട്ട് കണക്ട് ചെയ്യാവുന്നത്. ഇന്ന് നമ്മൾ നേരെ റൗട്ടർ ഓൺ എ സ്റ്റിക്കിലോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കിതിന്റെ പ്രാക്ടിക്കൽ ചെയ്യണം.
അപ്പോൾ പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ലാബ് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ലാബാണ്. ഞാനിത് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഒന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇവിടെ ഞാൻ VLAN 10 ഉണ്ടാക്കിയിട്ടുണ്ട്, VLAN 20 ഉണ്ടാക്കിയിട്ടുണ്ട്, VLAN 30 ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ സ്വിച്ച് കയറിയിട്ട് സ്വിച്ചിൻ്റെ കോൺഫിഗറേഷൻ ഒന്ന് പറഞ്ഞുതരാം. എനേബിൾ ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ്. ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ് അടിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഇതിൻ്റെ ഡീറ്റെയിൽസും അറിയാല്ലേ. അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷോ VLAN ബ്രീഫ്. VLAN 10ൽ ഞാൻ 1 മുതൽ 5 വരെയുള്ള പോർട്ടിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. VLAN 20ൽ ഞാൻ 6 മുതൽ 10 വരെയുള്ള പോർട്ടിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. VLAN 30ൽ 11 മുതൽ 15 വരെയുള്ള പോർട്ടിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പീസുകൾ ഞാൻ 1 മുതൽ 5 വരെയുള്ള 2, ഇപ്പോൾ 1ൽ 2 രൂപ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ 2 പീസുകളെ ഞാൻ 6ലും 8ലും കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ 2 പീസുകളെ ഞാൻ 11ലും 12ലുമാണ്. അപ്പോൾ ഇത് VLAN 30ലാണ്, ഇത് VLAN 20ലാണ്, ഇത് VLAN 10ലാണ്. VLAN ഉണ്ടാക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കണം. ഞാൻ VLAN 10ന് കൊടുത്തിരിക്കുന്ന IP ഇതാണ്, 192.168.10.1. ഇവിടെ ഞാൻ 192.168.10.2. ഇവിടെ 192.168.20.1. ഇത് VLAN 20 ആണ്, ഇത് VLAN 13 ആണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ എന്തുമായിട്ട് കണക്ട് ചെയ്യണം. നമുക്ക് ഇന്റർവീലാണ് ചെയ്യേണ്ടത് അല്ലേ. 10ഉം 20 ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനൊരു റൂട്ടർ വെച്ചു. റൂട്ടർ ഓൺ എ സ്റ്റിക്കാണ് ചെയ്യണത്. റൂട്ടർ ഓൺ എ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ കേബിൾ മതി എന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ഒരു സ്വിച്ചിലെ VLAN 10ലും 20ലും 30ലും ഇല്ലാത്തൊരു പോർട്ട് എടുത്തു, 24 എടുത്തു. എന്നിട്ട് അതിനെ റൂട്ടറിൻ്റെ ഒരു പോർട്ടുമായിട്ട് കണക്ട് ചെയ്തു. ഞാൻ റൂട്ടറിൻ്റെ ജിഗാബിറ്റ് 0/24 കണക്ട് ചെയ്തു, 0/0 ആയിട്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, റൂട്ടറിൻ്റെ ഈ 0/24 എന്ന് പറയുന്ന പോർട്ടിലൂടെയാണല്ലോ 10ൻ്റെയും 20യുടെയും 30യുടെയും ട്രാഫിക് റൂട്ടറിലോട്ട് എത്തേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കേബിള്, ഈ ഒരു പോർട്ട് മൾട്ടിപ്പിൾ VLAN എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണ്ടേ. അപ്പോൾ അതിനെന്താക്കി മാറ്റണം, ട്രങ്ക് പോർട്ടാക്കിയിട്ട് മാറ്റണം. കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് ഫാസ്റ്റ് ഇഥർനെറ്റ് 0/24, സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക്, സ്വിച്ച് പോർട്ട് ട്രങ്ക് അലോഡ് VLAN ആൾ. സേവ് ചെയ്തു. അപ്പോൾ അത് ട്രങ്ക് പോർട്ടാക്കി മാറ്റി. ഇനിയാണ് റൂട്ടറിൻ്റെ കോൺഫിഗറേഷൻ, റൂട്ടർ ഓൺ എ സ്റ്റിക്കിൻ്റെ കോൺഫിഗറേഷൻ. അപ്പോൾ റൂട്ടർ ഓൺ എ സ്റ്റിക്കിൽ നമ്മൾ ആ ഒരു റൂട്ടറിൻ്റെ ആ ഒരു ഒറ്റ ഇൻ്റർഫേസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിലൂടെ 10ൻ്റെ ട്രാഫിക് കടന്നു പോകാനുണ്ട്, 20യുടെ ട്രാഫിക് കടന്നു പോകാനുണ്ട്, 30യുടെ ട്രാഫിക് കടന്നു പോകാനുണ്ട്. ആകെ ഒറ്റ സിംഗിൾ കേബിളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മൾ റൂട്ടർ ഓൺ എ സ്റ്റിക്ക് ചെയ്യുകയെന്ന് പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്, ഞാൻ ആ റൂട്ടറിൻ്റെ ആ ഇൻ്റർഫേസിൽ ആദ്യം കയറി, ഇവിടെ നോ കൊടുത്തു. നിങ്ങൾക്ക് റൂട്ടറിൻ്റെ പേര് ഡിഫാൾട്ടായിട്ട് റൂട്ടർ എന്നായിരിക്കും അല്ലേ, പേര് മാറ്റാൻ അറിയാലോ അല്ലേ. കോൺഫിഗർ ടെർമിനലിൽ പോയിട്ട് പേര് മാറ്റും. എങ്ങനെയാണ്, ഹോസ്റ്റ് നെയിം എന്നടിച്ചിട്ട് ഒരു പേര് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ABC എന്ന് കൊടുത്താൽ അത് വരും. പേര് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ റൂട്ടർ ഓൺ എ സ്റ്റിക്ക് ചെയ്യാൻ. ഞാൻ നിങ്ങൾ ആ പേര് മാറ്റുന്ന കമൻ്റ് ഒന്നും മറന്നു പോകണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. കോൺഫിഗർ ടെർമിനലിൽ പോയി ഇന്റർഫേസ് ജിഗാബിറ്റ് എതർനെറ്റ് 0/0, 0/0 ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഇന്റർഫേസ് കയറി ജസ്റ്റ് IP കൊടുക്കേണ്ട ആവശ്യമില്ല. നോ സ്പേസ് IP സ്പേസ് അഡ്രസ്, ജസ്റ്റ് നോ സ്പേസ് ഷട്ട് ഡൗൺ. IP കൊടുത്തിട്ടില്ല. ആ ഇന്റർഫേസിനെ നമ്മൾ ഓണാക്കി, ജസ്റ്റ് ഓണാക്കിക്കൊണ്ട് നമ്മുടെ ടോപ്പിക്ക് തീർന്നിട്ടില്ല. ഇവിടെ നമുക്ക് 3 VLAN ഉള്ളത്. ഈ 3 VLANൽ 3 IP കൊടുത്തിട്ടുണ്ട്, 3 വ്യത്യസ്ത IP കൊടുത്തിരിക്കുന്നത്. നമ്മൾ കോൺഫിഗർ ടെർമിനലിൽ പോകുന്നു, ഇന്റർഫേസ് ജിഗാബിറ്റ് 0/0, VLAN 10 ഉണ്ട്, VLAN 20 ഉണ്ട്, VLAN 13 ഉണ്ട്. VLAN 10ൻ്റെ കാര്യം ആദ്യം എടുക്കാം. .10 എന്ന് കൊടുത്തു. .10 കമന്റ് ശ്രദ്ധിക്കുക. ഇന്റർഫേസ് ജിഗാബിറ്റ് എതർനെറ്റ്, നമ്മുടെ സ്വിച്ചിനെ റൂട്ടറിന്റെ ജിഗാബിറ്റ് എതർനെറ്റുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ .10 ഫസ്റ്റ് VLAN .10 കൊടുത്തു. അതിനുശേഷം എൻക്യാപ്സുലേഷൻ .1Q സ്പേസ് VLAN 10 അല്ലേ, 10 എന്ന് കൊടുത്തു. ഇവിടെയാണ് കമന്റ് എൻക്യാപ്സുലേഷൻ .1Q. എന്താണ് എൻക്യാപ്സുലേഷൻ .1Q എന്ന് പറയുന്ന കമന്റ്? നമുക്കത് PPTയിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എൻക്യാപ്സുലേഷൻ .1Q എന്നുള്ളത് നമ്മൾ റൂട്ടറിൽ ടാഗ്ഡ് പോർട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ട്രങ്ക് പോർട്ട്. ട്രങ്ക് പോർട്ട് എന്തിനാ, VLAN 10ൻ്റെ ട്രങ്ക് പോർട്ടിന്റെ പ്രത്യേകത എന്താ, ട്രങ്ക് പോർട്ടിലൂടെ ഒരു ഫ്രെയിം കടന്നു പോകുമ്പോൾ
അത് ആ ഫ്രെയിമിന്റെ കൂടെ അത് ഏത് വീലാനിൽ നിന്ന് വന്നതാണ് എന്നുള്ള വീലാന്റെ ടാഗ് ചേർക്കുന്നു എന്ന് പറഞ്ഞു. വീലാൻ 10 ആണെങ്കിൽ വീലാൻ 10ന്റെ ടാഗ് ചേർക്കും, വീലാൻ 20 ആണെങ്കിൽ വീലാൻ 20യുടെ ടാഗ് ചേർക്കുന്നു പറഞ്ഞു. അതുപോലെ റൂട്ടറിലോട്ട് ആ ഡാറ്റകൾ എത്തുമല്ലോ. അപ്പൊ റൂട്ടറിന് തിരിച്ചറിയണ്ടേ ഇത് വീലാൻ 10ൽ നിന്ന് വന്ന ട്രാഫിക് ആണോ, വീലാൻ 20യിൽ നിന്ന് വന്ന ട്രാഫിക് ആണോ, വീലാൻ 30യിൽ നിന്ന് വന്ന ട്രാഫിക് ആണോ എന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ IEEEയുടെ 802.1Q സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ട് വീലാന്റെ ID ടാഗ് ചേർക്കണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്ന കമന്റ് യൂസ് ചെയ്യുന്നത്. ആ കമന്റ് എങ്ങനെയാണെന്നുള്ളതിന്റെ PPT ആണിത്. ഓക്കെ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ PPT വേണമെന്നുണ്ടെങ്കിൽ ഈ PPT ഞാൻ അയച്ചു തരാം. നിങ്ങൾക്ക് ഇനി ഇപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കാൻ ഉപയോഗിക്കുന്ന PPT നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന PPT ആണ്. ഈ PPT നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഞാനൊരു വാട്സപ്പ് നമ്പർ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ, ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ PPT PDF ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും, നിങ്ങൾക്ക് പഠിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു എൻക്യാപ്സുലേഷനിലോട്ട് 1Q കൊടുത്തു. അതിനുശേഷം IP സ്പേസ് അഡ്രസ്. എൻ്റെ വീലാൻ 10 ഏതാ? 192, 168, 10.1, 10.2 അല്ലേ? അതേ റേഞ്ചിൽ വരുന്നൊരു IP നമ്മളവിടെ കൊടുക്കുക. 192, 168, 10, 254 കൊടുത്തു ഞാൻ. ഏറ്റവും അവസാനത്തെ IP അല്ലേ? 255, 255, 255, 0. ക്ലാസ് C ആണ്. നോ സ്പേസ് ഷട്ട് ഡൗൺ. ആ കമന്റിന്റെ ആവശ്യമില്ല. നോ സ്പേസ് ഷട്ട് ഡൗൺ ഓൾറെഡി നമ്മൾ നേരത്തെ ഇന്റർഫേസ് ജിഗാബിറ്റ് 0/0 നോ സ്പേസ് ഷട്ട് ഡൗൺ അടിച്ചതല്ലേ. അപ്പോൾ ഇതിന്റെ ശരിക്കും ആവശ്യമില്ല. സേവ് ചെയ്തു. ഞാൻ ഇവിടെ കൊടുത്ത ഈ ഒരു IP ഉണ്ടല്ലോ, ഈ IP ആയിരിക്കും ഈ PC-കളുടെ ഗേറ്റ് വേ അല്ലേ. റൂട്ടറിന് ഏത് IP ആണ് കൊടുത്തത് അതാണ് നമ്മുടെ PC-കളുടെ ഗേറ്റ് വേ ആയിട്ട് വരിക. അപ്പോൾ PC-കൾക്ക് ഗേറ്റ് വേ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. 254. ഈ PC-ക്ക് ഞാൻ 254 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഗറേഷൻ സേവ് ചെയ്തു. വീണ്ടും കോൺഫിഗർ ടെർമിനലിൽ പോകുന്നു. ഇന്റർഫേസ് ജിഗാബിറ്റ് എതർനെറ്റ് 0/0.20. രണ്ടാമത്തെ 20യുടെ IP ഏതാ? 192, 168, 20 എന്ന് പറയുന്ന റേഞ്ചാണ് അല്ലേ. അപ്പോൾ അടിച്ചു എൻക്യാപ്സുലേഷൻ .1Q സ്പേസ് 20 IP സ്പേസ് അഡ്രസ് 192, 168, 20, 254. അതാ കൊടുക്കുന്നത്. ഏത് വേണമെങ്കിലും കൊടുക്കാട്ടോ. 192, 168, 20 എന്ന് പറഞ്ഞ റേഞ്ച് മതി. നോ സ്പേസ് ഷട്ട് ഡൗൺ. ആ കമന്റിന്റെ ആവശ്യമില്ല നോ സ്പേസ് ഷട്ട് ഡൗണിന്റെ. അപ്പോൾ ഈ രണ്ട് PC-കളുടെ ഗേറ്റ് ഏതാ? 20, 254 അടുത്തതിൻ്റെ 20, 254 ഓൾറെഡി ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 2 IP കൊടുത്തിട്ടുണ്ട്. ഒന്ന് 192, 168, 10, 254. 192, 168, 10, 20, 254. അടുത്തത് 192, 168, 30, 254 കൊടുക്കാൻ പോണേ. അപ്പോൾ ഈ രണ്ട് PC-കളുടെ ഗേറ്റ് ഏതാ? 30, 254 ഓൾറെഡി ഞാനിവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുക്കാം. കോൺഫിഗർ ടെർമിനൽ, ഇന്റർഫേസ് ജിഗാബിറ്റ് എതർനെറ്റ് 0/0.13 എൻക്യാപ്സുലേഷൻ .1Q സ്പേസ് 13 IP സ്പേസ് അഡ്രസ് 192, 168, 30, 254. നോ സ്പേസ് ഷട്ട് ഡൗൺ. ആ നോ സ്പേസ് ഷട്ട് ഡൗൺ ആവശ്യമില്ല കേട്ടോ. ഞാൻ ആ ഫ്ലോയിൽ ഇങ്ങനെ അടിച്ചു പോകുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ ചെയ്യണ്ടോ നോക്കാം. 10 കമ്മ്യൂണിക്കേഷൻ ചെയ്യും ഓൾറെഡി. 192 പിങ് സ്പേസ് 192, 168, 10.2 അത് ഓൾറെഡി ഒരേ വീലാനിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമുക്കതല്ല വേണ്ടത്. നമുക്ക് 20.2 നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ 20.1 നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. 20.1 നടക്കുന്നുണ്ട്. ഇനി 30.2 നടക്കുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ 30.2 നടക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് 20 നടക്കുന്നുണ്ടോ നോക്കാം. നടക്കുന്നുണ്ട്. ഇപ്പം എല്ലാം തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇന്റർ വീലാനിൽ റൂട്ടർ ഓൺ എ സ്റ്റിക്ക്. ഒരു സിംഗിൾ കേബിൾ ഉപയോഗിച്ചിട്ട് വ്യത്യസ്ത വീലാനുകളെ നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം.